അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വെറുതെ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസം ഇനി വേറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. വെറുതെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സെൻഡ് ആയി പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ് ചായ ഇട്ടുകൊണ്ടിരിക്കുന്നു. മക്കൾസ് ഇതാണ്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നു, കാണുന്നുണ്ട്. അതാ അവിടെ ഇരുന്ന് കഴിക്കുന്നു. അതിൻ്റെ ചായ ഇപ്പം തിളച്ച് പൊങ്ങി കേട്ടോ. കറക്റ്റ് സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ചായ വെച്ചിട്ട് തിളയ്ക്കാനായപ്പോഴാണ്. അത് അങ്ങനെയാണല്ലോ, നമ്മൾ നോക്കിയൊന്നും തിളയ്ക്കത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി നിന്നാൽ മറ്റേ എത്തിനോട്ടം, മറ്റേ ഒരു അമ്മമ്മ പറഞ്ഞൊരു എത്തിനോട്ടമല്ലല്ലോ, ആ എത്തിനോട്ടമാണ് ചായക്ക്. എന്ത് ചെയ്യാനാ, ചായ പക്ഷെ ആ തിളയ്ക്കുമ്പോഴേ നമ്മൾ ആ തൂവി പോകുന്നതൊക്കെ തുടച്ച് കളയുവാണെങ്കിൽ നമുക്ക് വലിയ പണി വരില്ല. അതുകൊണ്ട് ആ പെട്ടെന്ന് ഞാൻ അതെല്ലാം തുടച്ചു കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടായാൽ ഫുള്ള് കറ പിടിക്കും. എന്താ ചായ ഇവിടെ ആയിട്ടോ. പിള്ളേർക്ക് രാവിലത്തെ അപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു, അപ്പം അതാ അവർക്ക് കൊടുത്തത്. ബ്രെഡൊക്കെ ഉണ്ട്, ഇപ്പം എടുത്താൽ പറ്റൂല, അവരത് കഴിക്കൂല. അതുകൊണ്ട് നമുക്ക് ചായ കുടിക്കാം. എനിക്കാണെങ്കിൽ ഇങ്ങനെ ചായ കുടിച്ചില്ലൊരു സമാധാനം വരില്ല കേട്ടോ, അതാണ് പ്രശ്നം. ചായ കുടിക്കാൻ എന്തോ ഒരു മിസ്സായ ഫീലാണ്. ചായ കുടിക്കാൻ എന്നാൽ അങ്ങനെ തലവേദന അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല, അത്ര വലിയ അഡിക്ഷനൊന്നുമില്ല. പക്ഷേ കുടിച്ചാൽ ഭയങ്കര സമാധാനം. ഇതിൽ ചായയോടൊന്നും അഡിക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം പാൽ ചായ ഇട്ടില്ലേ, തേയില വെള്ളം വേണമെങ്കിലും കുടിക്കും. കവറുപാലായതുകൊണ്ട് പിള്ളേർക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മാത്രമേ കൊടുക്കൂ കേട്ടോ. ഇത് മറ്റേ ഇലത്തയിലയാണ്ട് ഇത്രയും മട്ട് വരുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ ഇലത്തയിലേക്ക്. ഇല്ല, അവരപ്പം കഴിക്കാണ് കേട്ടോ. കഴിച്ചാണിക്ക് അങ്ങനെ സോസ് കൂട്ടിയിട്ടാണ് കഴിക്കുക, ടൊമാറ്റോ സോസ്. എന്തിനൊക്കെ സോസ് കൂട്ടാവും എനിക്കറിയില്ല കേട്ടോ. ടൊമാറ്റോ സോസും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അതന്നെ ടൊമാറ്റോ. തക്കാളിന്റെ ഇംഗ്ലീഷാ എന്താ? ടൊമാറ്റോ. കാച്ചി എന്താ കഴിക്കുന്നേ? ഇപ്പൊ കഴിക്കാൻ എളുപ്പം കഴിക്കാൻ. നമുക്ക് പുറത്തോട്ട് പോവാം, മുറ്റത്ത് കളിക്കാൻ പോവാം, ബോള് കളിക്കാൻ. മുഖത്തൊരു കുരു വരുന്നുണ്ടോ? ലൈവിൽ എല്ലാവരും വരുമ്പോൾ പറയാം എൻ്റെ മുഖത്ത് കുരുവൊന്നുമില്ല. പക്ഷെ കുരു ഇല്ലെങ്കിലും കുരു വന്നതിൻ്റെ പാടുകളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ കുരുവൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇതുണ്ടോ, മോഹക്കുരു വരുന്നു, മോഹക്കുരു. കണ്ടേ, നീ കണ്ടില്ലേ? നീ ഇടയ്ക്കിടയ്ക്ക് താക്കുന്നതാണ്, കണ്ടോ? ഇവൻ എൻ്റെ ചെള്ളക്ക് പിടിച്ചിട്ട് വേദനിപ്പിക്കും ഇല്ലേ? നീ അല്ല, ഈ കാശി അമ്മേനെ ചെല്ലക്ക് പിടിച്ചിട്ട് നല്ല നോവുന്നുണ്ട് കേട്ടോ. മോക്കുരു. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിക്കരുത്. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാണിക്കാം. കുറച്ചു നേരം നമുക്ക് പുറത്തെ വിശേഷങ്ങൾ ഇന്നതാവാം. പുറത്തെ വിശേഷങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് വന്നിരിക്കാൻ കേട്ടോ. പിള്ളേരിവിടെ കളിക്കുന്നുണ്ട്. ഒരുത്തൻ അവിടെ കളിക്കുന്നു. അപ്പോൾ അവൻ ഇവിടെ വെള്ളം കണ്ടാൽ അവൻ അവിടെ നിൽക്കുന്ന ആളാണ് അവൻ. അപ്പം വെള്ളത്തിൻ്റെ ചോട്ടില്ലാതെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് കാണിക്കും. ഇങ്ങോട്ട് വന്നേ, ഇങ്ങ് വാ, എനിക്ക് കാണിക്കാം. കുഞ്ഞവിടെ കുരുത്തക്കേട് കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ പാറപ്പൊടി ഇട മോള് പാറപ്പൊടിക്കത് കളിക്കുന്നു. അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങോട്ടൊന്ന് വന്നതാണ് കേട്ടോ. കുറേ നാളായി ഇവിടെയൊക്കെ വന്നിരുന്നിട്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ പുല്ലൊക്കെ ചെത്തിയോണ്ട് കുഴപ്പമില്ല. അങ്ങോട്ട് പോകണ്ട കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കും കേട്ടോ, എന്തെങ്കിലും ഒരു ബിസിനസ് പോലെ എന്തെങ്കിലും തുടങ്ങിയാലോ. അങ്ങനെ അച്ചാറോ അച്ചാറെന്ത് പോട്ടെ, അച്ചാറോ അങ്ങനെ എന്തെങ്കിലും. അതുപോലെ ജ്വല്ലറി ഐറ്റംസ്, അങ്ങനെ എന്തെങ്കിലും ജ്വല്ലറി ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യമേ ഇങ്ങനെ വിചാരിച്ചത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എനിക്ക് അച്ചാറൊക്കെ തുടങ്ങിയാൽ അത്യാവശ്യം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആകുമ്പം കുറേ നല്ലേ. പക്ഷെ അത് എങ്ങനെ ഇപ്പോൾ നിലവിൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സംഭവം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻ പറയൂ ഗൈസ്. അപ്പം ഞാനുണ്ടല്ലോ, നേരത്തെ ഒരു പ്രാവശ്യം ഇതുപോലെ അമ്മ ഇങ്ങനെ കുടുംബശ്രീന്ന് നമുക്കിങ്ങനെ സ്മോൾ സ്കെയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോണ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ നേരത്തെ ഇങ്ങനെ ചുമ്മാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും നോക്കിയാലോ, മുളക് പൊടി അങ്ങനെ പൊടി ഐറ്റംസ് എന്തെങ്കിലും പഠിപ്പിച്ചാൽ. അപ്പം
എന്താ എല്ലാവർക്കും, എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അമ്മയെ അവരൊക്കെ വിചാരിക്കുന്നത് ഇത്രയും പഠിച്ചിട്ടും നമ്മൾ ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യങ്ങൾ, അതൊന്നും എനിക്കങ്ങനെ അങ്ങനൊരു കൺസേൺ ഒന്നുമില്ല. ഏത് ജോലിക്കായാലും അതിൻ്റേതായിട്ടുള്ള മഹത്വം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുമല്ല, ഇപ്പം എന്തായാലും എത്ര പഠിച്ചാലും ഇപ്പം എന്തായാലും ഈ സമയത്ത് എനിക്ക് എന്തായാലും പുറത്തിറങ്ങി ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായി നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലായി നടക്കുന്ന കാര്യം മാത്രം ആലോചിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ഇത് തോന്നിയത്. അപ്പം ഞാനിപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി വീട്ടിൽ വിളിച്ചപ്പോൾ അച്ഛൻ്റെ കയ്യിലായിരുന്നു ഫോണ്. പിന്നെ ക്യാപിറ്റലില്ലാതെ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലില്ലാതെ ഒന്നും തുടങ്ങാൻ പറ്റൂലല്ലോ. പിന്നെ അല്ലെങ്കിൽ ജ്വല്ലറി മേക്കിംഗ് എടുക്കണം, അതാകുമ്പോഴും വലിയ ക്യാപിറ്റലിൻ്റെ ആവശ്യം വരില്ല. പിന്നെ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏത് ബിസിനസ് ആണെങ്കിലും ഇച്ചിരി ചെറുതായിട്ടൊന്നും നമ്മൾ വെറുതെ വീട്ടിലിങ്ങനെ ഇതാക്കുന്നതിനൊന്നും വലിയ ലൈസൻസ് അങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു. ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ പിന്നെ ലൈസൻസൊക്കെ വേണം കേട്ടോ. ഫുഡൊക്കെ ആകുമ്പം ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ അതുമായിട്ട് ബന്ധിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഇതൊക്കെ ആകുമ്പം അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ പ്ലാനിങ് ഉണ്ട്. ആ സൈഡ് റോഡ് സൈഡാണ് കേട്ടോ. അപ്പം ഞാൻ നോക്കുകയാണ്, ആരെങ്കിലും നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇപ്രാവശ്യം എന്തായാലും നമുക്ക് എനിക്ക് എന്തെങ്കിലും യൂട്യൂബിനകത്തുനിന്ന് എന്തെങ്കിലും ഏണിങ്സൊക്കെ കിട്ടി തുടങ്ങിയിട്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. കുഞ്ഞിനകത്ത് എന്തെങ്കിലും ഏണിങ്സൊക്കെ കിട്ടിയിട്ട് നമുക്കതൊക്കെ തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനി എപ്പോഴാണ് മോണിറ്റൈസേഷനൊക്കെ ആവുക? നമുക്ക് ചില സമയത്തുണ്ടല്ലോ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമാവും, മൂഡ് ഓഫ് ആവും. പല കാര്യങ്ങളും നമ്മൾ കണക്ട് ചെയ്യുമല്ലോ. ഇപ്പം നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഇനി അടുത്ത ഏപ്രിലാകുമ്പോൾ 2 വർഷമാവും കേട്ടോ. ഏപ്രിലാകുമ്പോൾ 2 വർഷമാവും. ഇപ്പോൾ 1.25 വർഷം ആകുന്നില്ലേ? 1.5 വർഷം ആയില്ലേ? 1.5 വർഷം കഴിഞ്ഞില്ലേ? അപ്പോൾ ഞാൻ പല മേഖലകളിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസ് ഏതെങ്കിലും ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പല മേഖലകളിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് നമുക്ക് നിരാശ എന്ന് പറയുന്നൊരു ഘട്ടം ഉണ്ടല്ലോ, അതിലേക്കാണ് ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ബാധിക്കുന്നതായിട്ട് തോന്നുന്നു. എന്നാലും ഏട്ടൻ പറയുന്നുണ്ട്, തളരരുത് രാമൻകുട്ടി, തളരരുത്. തളർന്നു പോയിട്ട് പിന്നെ കാര്യമില്ലല്ലോ. എന്തെങ്കിലും നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നതാണ്. ചെറിയതായിട്ടാണെങ്കിലും ഒരു ചെറുതായിട്ടൊരു ഇൻകം കിട്ടുകയാണെങ്കിൽ അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ഇത് തന്നെ വല്ല പിക്കിളിൻ്റെ ബിസിനസ്സോ അല്ലെങ്കിൽ ഇതുപോലെ ജ്വല്ലറി മേക്കിങ്ങോ, എന്നെക്കൊണ്ട് പറ്റുന്ന പിള്ളേരെയും വെച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ജോലി, വീടിനകത്തിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പണി, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് നോക്കാം, ജ്വല്ലറി ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മേക്കിങ്ങിന് അതൊക്കെ വലിയ എഫേർട്ട് എടുക്കണം. എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും നമുക്ക് കുറച്ച് എഫേർട്ടും എടുക്കണം. നമുക്കതിനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യണം എന്നല്ലേ പറയാം. അപ്പം ഞാൻ കരുതിയിരിക്കുന്നത് ഇപ്രാവശ്യം എന്തായാലും കുറച്ച് സാധനങ്ങൾ ഓൺലൈനായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കമ്മലോ കുറച്ച് മാലകളോ അങ്ങനെ പാസരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊന്ന് കാണിച്ചു നോക്കാം. എങ്ങനെയാണ് അതിൻ്റെ ഒരു റിയാക്ഷൻ നോക്കിയിട്ട് ബാക്കി നമുക്ക് വിപുലീകരിക്കണമെങ്കിൽ അങ്ങനെ വിപുലീകരിക്കാം. പിള്ളേരവിടെ നിന്ന് കളിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ വിപുലീകരിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ വിപുലീകരിക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ആക്കണമെങ്കിൽ അവിടെ സ്റ്റോപ്പ് ആക്കാം. പിന്നെ ഒരു എന്തെങ്കിലും ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കുക, അതിനകത്തല്ലല്ലോ കാര്യം. ഇതാ ഇപ്പോൾ യൂട്യൂബ് കണ്ടില്ലേ, ഇത്രയും നാൾ ഞാൻ സ്റ്റോപ്പ് ആക്കാതെ കൊണ്ടുപോകുന്നത് എന്തെങ്കിലും ഒരു ഏണിങ്സ് നമുക്കും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് കേട്ടോ. പിന്നെ ഇപ്പോഴും ആളുകളൊക്കെ ലൈവ് വന്നിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ, ലൈവിലൊക്കെ കയറുമ്പോൾ ഇതേ ഉള്ളോ പണി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പൊക്കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഈ ലൈവ് വന്നിട്ട് ആകെ വരുന്ന 10-200 പേരെ നോക്കിയിട്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്?
അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം അല്ലാന്ന് നിങ്ങൾക്ക് കോമൺ സെൻസോടെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? പിന്നെ ഈ ലൈവ് വരിക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യമല്ല. ഞാൻ അങ്ങോട്ട് നോക്കുന്ന പിള്ളേരവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അത്ര തരം താഴ്ന്ന ആൾക്കാരൊന്നും യൂസ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. എത്രയോ ആൾക്കാരുണ്ട്. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോക്കകത്ത് ഒരു ചേച്ചി പറഞ്ഞിട്ടു ഞാൻ ലൈവ് ഒന്നും വരത്തില്ല. അവർ വീഡിയോ അത്യാവശ്യം ലോങ് വീഡിയോസൊക്കെ അത്യാവശ്യം റീച്ച് ആവുന്നൊരു ചാനലുകാർ, ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ കേട്ടോ. അവർ പറയുന്നത് കേട്ടു കേട്ടോ. ഞാൻ ലൈവിലൊന്നും വരത്തില്ല, ലൈവ് വന്ന കുറേ ആൾക്കാരൊക്കെ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടും, അപ്പോൾ അതിന് റിയാക്ട് ചെയ്യാൻ നിൽക്കണം, അപ്പോൾ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കപ്പോൾ ഒരു ചീത്തപ്പേരൊക്കെ വരൂലേ, അങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. അതുമല്ല ലൈവ് വരുന്നവർ, അപ്പോൾ അതിനകത്ത് വന്നേക്കുന്ന കമൻറ്റുകളെന്ന് പറഞ്ഞാൽ ലൈവ് എടുക്കുന്നവരെ കുറിച്ച് ഭയങ്കര മോശമായിട്ടുള്ള കുറേ കമൻറ്റുകളാണ് ആൾക്കാർ ഇട്ടേക്കുന്നത്. പക്ഷെ അവർക്ക് വരുന്നില്ലെങ്കിൽ അവർ വരണ്ട, അവർ വരുന്നെങ്കിൽ അവർ വന്നോട്ടെ. അപ്പോൾ അവർ വരാതിരിക്കുന്നത് ഇതുകൊണ്ടാണ് മോശപ്പെട്ട കമൻറ്റ് അല്ലെങ്കിൽ മോശപ്പെട്ടവളാക്കി ചിത്രീകരിക്കും എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ ഒരു എത്ര പേഴ്സണാണ് ചോദിച്ചാലേ. അപ്പോൾ ഈ കമൻറ്റ് ഇടുന്നവർക്കും ഇങ്ങനെ കമൻറ്റ് പറയുന്നവർക്കും വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇപ്പം ചിലപ്പോൾ അവരുടെ ഷോർട്സോ അല്ലെങ്കിൽ ലോങ് വീഡിയോ അത്യാവശ്യം റീച്ച് കയറിയിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ ലൈവ് ഇട്ടേനെ. അവർ പറഞ്ഞ് ഞാൻ ഈ ജന്മത്തിടാൻ പോകുന്നില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതിനകത്ത്. പക്ഷേ അതൊന്നും റീച്ച് കയറിയില്ല, അവർ ഉറപ്പായിട്ടും എന്തായാലും ലൈവ് ഇടാതിരിക്കത്തില്ല. കാരണം യൂട്യൂബിനകത്ത് ഇതൊക്കെ തന്നേക്കുന്നത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടോ, ലൈവ് ഇടുന്നവരൊക്കെ ഒരുമാതിരി പുച്ഛിച്ച് സംസാരിക്കുന്ന പോലെ തോന്നി. അപ്പം ഞാൻ പറഞ്ഞല്ലേ, അപ്പം നമുക്കൊരു വേറെ എന്തെങ്കിലും പണിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഈ പിള്ളേരെ ഇട്ടിട്ട് എനിക്ക് വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്ന് പിള്ളേരെ നോക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പിള്ളേരെ നോക്കുന്നത് ഇഷ്ടമല്ലാത്തതെന്നല്ല, വെറുതെ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എനിക്ക് ഇവിടെയും ജോലിക്ക് പോകുന്നതന്നെയാണ് ഇഷ്ടം. എല്ലാവരും എന്നോട് പറയും ജോലിക്ക്. പക്ഷേ എങ്ങനെയാണ് സാഹചര്യം എന്ന് നിങ്ങളൊന്ന് പറയുക. 2 പിള്ളേരെ ഇട്ടിട്ട് ഭയങ്കര എങ്ങനെയാണ് സാഹചര്യം? ഇവരെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളല്ല. ഇതുപോലെ ഇതേ പ്രായത്തിലുള്ള 2 കുട്ടികളുള്ള പേരൻസിന് മനസ്സിലാവും വീട്ടിൽ നോക്കാൻ എത്ര പാടായിരിക്കുമെന്ന്. അങ്ങനെയുള്ള പേരൻസിന് മനസ്സിലാവും കേട്ടോ. ഇപ്പം അച്ഛനോ അച്ഛമ്മയോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മമ്മയോ ആരുണ്ടെന്ന് പറഞ്ഞാലും ഇത്രയും ഒരു 2 ചെറിയ ഈ ഏജ് 2 ചെറിയ പിള്ളേരെ നോക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോസിബിളായിട്ടുള്ള കാര്യം. അതിൻ്റെ കൂടെ ഫുഡൊന്നും പ്രോപ്പറായിട്ട് തന്നെത്താൻ എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും വാരി കൊടുത്താൽ പോലും വാ തുറക്കാത്ത പിള്ളേരാകുമ്പോൾ പ്രത്യേകിച്ച്. ഞാനാണെങ്കിൽ ഇവരെ കഴിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ വേറെ ഒറ്റ മനുഷ്യന് വരെ കഴിപ്പിക്കൂല കേട്ടോ. അപ്പം ചോദിക്കാം ഞാനില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഞാനില്ലെങ്കിൽ അപ്പോൾ അല്ലേ, ഇപ്പം ഞാനുണ്ടല്ലോ. ഉള്ള സ്ഥിതിക്ക് ഞാനില്ലാത്ത കാര്യം ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. കൂടുതലും നമ്മുടെ ലൈവിലൊക്കെ വരുമ്പം എൻ്റെ ഇങ്ങനെയുള്ള കുറേ ഇമോഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്യാറുണ്ട് കേട്ടോ. മീൻസ് വലിയതായിട്ട് എക്സ്പ്രസ് ചെയ്ത് കരഞ്ഞ് മെഴുക്കുക അങ്ങനൊന്നുമല്ല, എന്നാലും പറയാറുണ്ട് ലൈവ് കയറുന്നില്ല അങ്ങനെയൊക്കെ. കാരണം നമ്മൾ 1-2 വർഷം ആയില്ലേ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഇതിലും കൂടുതൽ വെയിറ്റ് ചെയ്ത ആൾക്കാരുണ്ട്, ഇല്ലെന്നൊന്നും അല്ല കേട്ടോ. നമ്മളിടുന്ന എഫേർട്ടിന് ഒരിടത്തുനിന്നും ഒരു പ്രതിഫലം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടം വരുമല്ലേ, അതാണ്. അപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ അമ്മയെ വിളിക്കുമ്പോൾ ഇങ്ങനെ കുടുംബശ്രീയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും സ്മോൾ സ്കെയിൽ ബിസിനസ്സിൻ്റെ കാര്യം ഒന്ന് തിരക്കണം. അതല്ലെങ്കിൽ ഞാൻ എന്തായാലും ഒന്ന് ലൈവിൽ കയറിയിട്ട് എല്ലാവരോടും സംസാരിച്ചിട്ട് എല്ലാവരെയും ഒരു റെസ്പോൺസ് ഒന്ന് അറിയട്ടെ. അതിനകത്ത് പലരും പലതായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നവരുണ്ടാകും. ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്തു എന്ന് വരില്ല. ഞാൻ പറഞ്ഞതായിട്ട് കേട്ടതായിട്ട് ഭാവിക്കാൻ പോലും അടിക്കൊന്നുമില്ല. കാരണം അതിനുവേണ്ടി ആളുകൾ വരുന്നില്ലല്ലോ ലൈവിൽ അത്യാവശ്യം ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറ്റിയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്തൊക്കെയോ പറ്റി. അതൊക്കെ എപ്പോഴേലൊക്കെ ശരിയാവട്ടെ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജ്വല്ലറി മേക്കിങ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളോടൊക്കെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്ത് ചെയ്യണമെങ്കിലും ഇവരെയും കൊണ്ട് എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ഇവർ ഉറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഈ ക്രാഫ്റ്റ് വീഡിയോ ഇപ്പോൾ ഞാൻ ഇന്നുമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവരെ ഉറങ്ങി വെളുപ്പാങ്കാലത്ത് എണീറ്റിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. ഇവരെയും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, കാരണം ഇവരതൊക്കെ എടുക്കണം, അവർക്ക് അതൊക്കെ അപ്പോൾ വേണ്ടി വരും. അപ്പം പിന്നെ അവരെയും കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പം ഞാൻ എന്ത് ചെയ്യും, അവർ ഉറങ്ങി കഴിയുമ്പം എഴുന്നേക്കാൻ പറ്റൂല കേട്ടോ. ഉറങ്ങി കഴിയുമ്പം ഞാൻ എഴുന്നേൽക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ആൾക്കാർ എണീക്കും. അപ്പം പിന്നെ വെളുപ്പാങ്കാലത്ത് എണീക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. വെളുപ്പാങ്കാലത്താകുമ്പം നല്ല ഉറക്കം നല്ല പീക്കുള്ള സമയമല്ലേ. അപ്പം പിന്നെ അവരവിടെ കിടന്ന് ഉറങ്ങിക്കോളും. ആ സമയത്ത് എണീറ്റിട്ടാണ് ഞാൻ ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നതിപ്പോൾ. ഇപ്പം ഞാനിനി എന്തെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്താലും അങ്ങനെയൊക്കെ എനിക്ക് പറ്റുള്ളൂല്ലോ.
അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ഇതിനകത്തൂടെങ്കിലും അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എല്ലാവരെയൊക്കെ ഒന്ന് അറിയിക്കൂ ഗൈസ്. എന്താണ് എൻ്റെ ചിന്തയോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടോ, യോജിക്കുന്നില്ലയോ, അനുയോജിക്കാത്തവരുണ്ടോ, യോജിക്കാത്തവരുണ്ടോ? അങ്ങനെ ഓഫാക്ക് അവന്, അത് പൈപ്പ് ഓഫാക്ക്. അപ്പോൾ ഇത്രയത്തേ ഉള്ളൂ കേട്ടോ. വെറുതെ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ഇനി വേറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. വെറുതെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സെൻഡ് ആയി പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.